ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 21 ഭദ്രാവതി വിജയം. ഭഗന്റെ അടുത്തു നിന്നും അനിരുദ്ധൻ കുതിരയോടുകൂടി ജയിച്ചു വന്നെങ്കിലും ആഹ്ലാദത്തോടെ എല്ലാവരും അനിരുദ്ധനെ സ്വീകരിച്ചു. എങ്കിലും ബോധം തെളിഞ്ഞു വന്ന ഭഗൻ വീണ്ടും യുദ്ധത്തിനൊരുങ്ങിയെങ്കിലും ഭഗവാന്റെ പുത്രൻ്റെ വാക്ക് കേട്ടിട്ട് അതിൽ നിന്ന് പിന്മാറുകയും വനത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തു. അശ്വത്തെ വിധി പോലെ അഭിഷേകം ചെയ്ത് അനിരുദ്ധൻ അതിനെ വീണ്ടും ജൈത്രയാത്രയ്ക്കയച്ചു. അതു യാത്ര ചെയ്ത് ഭദ്രാവതിപുരിയിൽ ചെന്നെത്തി. അവിടുത്തെ രാജാവായ യൗവനാശ്വൻ്റെ മുന്നിൽ ചെന്നു നിന്നു. രാജാവ് കുതിരയുടെ നെറ്റിയിലുള്ളതെല്ലാം വായിച്ച് മനസ്സിലാക്കി അതിനെ പിടിച്ചുകെട്ടി യുദ്ധം ചെയ്യാൻ പുറത്തേക്ക് വരികയും ചെയ്തു. അനിരുദ്ധൻ്റെ ചോദ്യത്തിനുത്തരമായി ഉദ്ധവൻ യൗവനാശ്വൻ്റെ വിവരങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. അദ്ദേഹം മരുദ്ധന്വദേശത്തെ രാജാവിൻ്റെ പുത്രനാണെന്നും വെറും 16 വയസ്സു മാത്രമുള്ളവനാണെന്നും അവനെ വധിക്കരുതെന്നും പറഞ്ഞു. അനിരുദ്ധൻ യൗവനാശ്വൻ്റെ സൈന്യവുമായി യുദ്ധം ചെയ്യുകയും യൗവനാശ്വനോട് കുതിരയെ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അനിരുദ്ധൻ ശ്രീകൃഷ്ണപൗത്രനാണെന്നറിഞ്ഞ യൗവനാശ്വൻ ഭയപ്പെട്ടുകൊണ്ട് കുതിരയെ അഞ്ജലി പുരസ്സരം തിരിച്ചു സമർപ്പിക്കുകയും ചെയ്തു. ദ്വാരകയിൽ യജ്ഞം നടക്കുമ്പോൾ താൻ ശ്രീകൃഷ്ണനെ ദർശിക്കുവാൻ അവിടെ ചെല്ലുമെന്നും അദ്ദേഹം പറഞ്ഞു. വിജയിയായ അനിരുദ്ധൻ കുതിരയെ വീണ്ടും ദിഗ്വിജയത്തിനായി വിട്ടു. യജ്ഞാശ്വം അനേകം ജനപദങ്ങൾ പിന്നിട്ട് രാജപുരത്ത് എത്തിയിട്ട് വഴിയിൽ സഹരനദി കടന്ന് അവന്തിയുടെ ഉപവനത്തിൽ ചെന്നെത്തി നിന്നു. ആ അവസരത്തിൽ കുളിക്കാനിറങ്ങിയ സാന്ദീപനി മഹർഷി യജ്ഞാശ്വത്തെ കണ്ടിട്ട് ഇത് ആരുടേതാണെന്നറിയാനായി രാജകുമാരനായ ബിന്ദുവിനെ അറിയിച്ചു. രാജാതിദേവിയുടെ പുത്രനായ ബിന്ദു കുതിരയെ നിരീക്ഷിച്ചിട്ട് അതിനെ സാന്ദീപനിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അത് ഉഗ്രസേനൻ്റെ കുതിരയാണെന്ന് മനസ്സിലാക്കിയ മഹർഷി അത് ഇഷ്ടാനുസരണം അവിടെ എത്തിയതാണെന്നും അനിരുദ്ധനും മിത്രവിന്ദയുടെ പുത്രന്മാരും അവിടെ എത്തുമെന്നും യുദ്ധോദ്യമം ഉപേക്ഷിച്ച് കുതിരയെ തിരിച്ചു കൊടുക്കണമെന്നും ഉപദേശിച്ചു. അത് കേട്ട് രാജകുമാരനായ ബിന്ദു അനങ്ങാതിരുന്നു. അപ്പോൾ യാദവ സൈന്യത്തിൻ്റെ കോലാഹലം കേൾക്കാറായി. യദുവംശത്തിലെ മുഴുവൻ പേരും അവിടെയെത്തി. കുതിരയെ ആരാണ് കൊണ്ടുപോയതെന്ന് അന്വേഷണം തുടങ്ങി. അവർ ഉപവനത്തിൽ കുതിരയെ കണ്ടിട്ട് വിവരം അനിരുദ്ധനെ അറിയിച്ചു. അദ്ദേഹം ഉദ്ധവനെ ബിന്ദുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആ അവസരത്തിൽ ബിന്ദുവിൻ്റെ സഹോദരനായ അനുബിന്ദു ശ്രീകൃഷ്ണ ഭഗവാന്റെ ആളായ യാദവന്മാരുടെ കുതിരയാണ് അതെന്നും ആകയാൽ അതിനെ വിട്ടയക്കണമെന്നും പറഞ്ഞു. അത് കേട്ട ബിന്ദു കുതിരപ്പുറത്തു കയറി വന്നിട്ട് താൻ മിത്രങ്ങളോട് ചേരുവാൻ വേണ്ടിയാണ് കുതിരയെ പിടിച്ചുവെച്ചതെന്നു പറഞ്ഞു. ഉദ്ധവൻ വിവരമെല്ലാം അനിരുദ്ധനെ അറിയിച്ചു. സന്തുഷ്ടനായ അനിരുദ്ധൻ സൈന്യസമേതം ബിന്ദുവിനെ ചെന്നു കണ്ടു. ബിന്ദു എല്ലാവരെയും സൽക്കരിച്ച് സന്തുഷ്ടനാക്കി. രാത്രിയായ ശേഷം അനിരുദ്ധൻ പോയി തൻ്റെ മുത്തച്ഛൻ്റെ ഗുരുനാഥനായ സാന്ദീപനി മഹർഷിയെ ചെന്നു കണ്ടിട്ട് നമസ്കരിച്ച് യജ്ഞത്തിൽ സകുടുംബം പങ്കെടുക്കുവാനായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. സാന്ദീപനി ക്ഷണം സ്വീകരിച്ച് യജ്ഞത്തിന് പോകുവാൻ തീരുമാനിച്ചു. അനന്തരം അനിരുദ്ധൻ സാന്ദീപനി മഹർഷിയോട് തൻ്റെ മനസ്സിലുള്ള ചില സംശയങ്ങൾ ചോദിച്ചു. ഈ ലോകത്തിലുള്ള സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിത്യാനന്ദ സ്വരൂപത്തിൽ രമിക്കാൻ യാതൊന്നിൽ സാധിക്കുമോ? അതിനെ ഉപദേശിക്കുവാനായിരുന്നു അനിരുദ്ധൻ ആവശ്യപ്പെട്ടത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുക മാത്രമാണ് അതിനുള്ള മാർഗം എന്നായിരുന്നു സാന്ദീപനി മഹർഷിയുടെ ഉപദേശം. പിന്നീട് അനിരുദ്ധൻ ചോദിച്ചത് ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിയും സംഹാരവും ആരാലാണ് സംഭവിക്കുന്നത് എന്നും ജഗദീശ്വരൻ ഓരോ യുഗത്തിലും ഏതു വിധത്തിലാണ് ധർമാനുഷ്ഠാനം നടത്തുന്നത് എന്നുമായിരുന്നു. അതിനുത്തരമായി സാന്ദീപനി പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്നും ശ്രീകൃഷ്ണനിൽ നിന്നാണ് എല്ലാ ലോകങ്ങളും ഉത്ഭവിച്ചതെന്നും അതാ ഭഗവാനിൽ തന്നെ എല്ലാ ലോകങ്ങളും അലിഞ്ഞു ചേരും എന്നു തന്നെ ആയിരുന്നു. ഭഗവാൻ മൂലപ്രകൃതിയാണ്. ഭഗവാനിൽ നിന്നുണ്ടാകുന്ന പുരുഷനും പ്രകൃതിയും സൃഷ്ടിക്ക് കാരണമാകുന്നു. കൃതയുഗത്തിൽ ഭഗവാൻ കപിലമുനിയായി അവതരിച്ച് ജ്ഞാനം പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു.
ത്രേതായുഗത്തിൽ ഭഗവാൻ ചക്രവർത്തിയായി അവതരിച്ച് ദുഷ്ടനിഗ്രഹം ചെയ്യുന്നു. ദ്വാപരയുഗത്തിൽ ഭഗവാൻ വേദവ്യാസനായി അവതരിച്ച് വേദങ്ങളെ നാലാക്കി തിരിക്കുന്നു. കലിയുഗ അവസാനത്തിൽ ഭഗവാൻ കൽക്കിയായി അവതരിച്ച് ദുഷ്ടന്മാരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനല്ലാതെ മറ്റാർക്കും ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ആകയാൽ ഇപ്രകാരമുള്ള ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. സാന്ദീപനി മഹർഷിയുടെ ഇങ്ങനെയുള്ള ഉപദേശം കേട്ട് സന്തുഷ്ടനായ അനിരുദ്ധൻ തൻ്റെ മോഹങ്ങളെല്ലാം അകന്നു എന്ന് പറഞ്ഞ് സാന്ദീപനിയോട് പുത്രസമേതനായി ദ്വാരകയിലേക്ക് പുറപ്പെട്ടുകൊള്ളുവാൻ ക്ഷണിക്കുകയും ചെയ്തു. മഹർഷിയാകട്ടെ പുത്രനോടുകൂടി തേരിൽ കയറി ദ്വാരകയിലെത്തി. രാമകൃഷ്ണന്മാരും ഉഗ്രസേനനും മറ്റും യാദവന്മാരും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു പൂജിച്ചു. അനന്തരം അനിരുദ്ധൻ യാഗാശ്വത്തെ അഴിച്ചുവിട്ട് സാല്വൻ്റെ സഹോദരനായ അനുശാലൻ്റെ രാജ്യത്തേക്ക് പോയി. അനുശാലൻ കുതിരയുടെ നെറ്റിയിലുള്ള ഫലകം വായിച്ച് രോഷം പൂണ്ട് യുദ്ധസന്നദ്ധനായി. അനുശാലൻ്റെ സൈന്യവും യാദവ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. കൃഷ്ണപുത്രനായ ദീപ്തിമാൻ അനുശാലനുമായി യുദ്ധം ചെയ്തു. അനുശാലൻ്റെ മന്ത്രിയായ പ്രചണ്ഡൻ സത്യഭാമയുടെ പുത്രനായ ഭാനുവിനെ ശക്തി കൊണ്ട് പ്രഹരിച്ച് ബോധം കെടുത്തി. അതു കണ്ട സാമ്പൻ ഓടിയെത്തി ഒരു ബാണമെയ്ത് പ്രചണ്ഡൻ്റെ ശിരസ്സറുത്തു. അന്നേരം അനുശാലൻ കയറി വന്ന് സാമ്പനോട് എതിർത്ത് ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അനിരുദ്ധനാകട്ടെ മറ്റൊരു ബ്രഹ്മാസ്ത്രത്താൽ അതിനെ നിർവീര്യമാക്കി. പിന്നീട് അനിരുദ്ധനും അനുശാലനും പ്രത്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് ഘോരമായ യുദ്ധം തന്നെ ചെയ്തു. പിന്നീട് അനുശാലനും ഗദനും തമ്മിൽ ഗദായുദ്ധം ഉണ്ടായി. രണ്ടുപേരും അന്യോന്യം ഗദാപ്രയോഗം നടത്തി ബോധം കെട്ടുവീണു. ബോധം തിരിച്ചു കിട്ടിയ ഗദൻ അനുശാലനെ പിടിച്ച് അനിരുദ്ധൻ്റെ അടുത്തേക്ക് എറിഞ്ഞു. അവൻ വീണ്ടും ബോധരഹിതനായി. അതു കണ്ട അനിരുദ്ധൻ വെള്ളം തളച്ചിട്ട് പങ്കവീശി. ബോധം വന്ന അനുശാലൻ അനിരുദ്ധനോട് നന്ദി പറഞ്ഞുകൊണ്ട് താൻ കീഴടങ്ങിയതായും കുതിരയെ തിരിച്ചെടുത്തു കൊള്ളുവാനും പറഞ്ഞു. നഗരത്തിൽ ചെന്ന് കുതിരയെ കൊണ്ടുവന്നു കൊടുത്തു. കൂടാതെ പല പുരസ്കാരങ്ങളും നൽകി. അനുശാലൻ തൻ്റെ മന്ത്രിയെ രാജാവാക്കി യാദവരുടെ കൂടെ പോയി. യൗവനാശൻ, ഭീഷണൻ, അനുശാലൻ എന്നിവർ കീഴടങ്ങിയതറിഞ്ഞ് മറ്റു രാജാക്കന്മാർ കുതിരയെ പിടിച്ചുകെട്ടാൻ ധൈര്യപ്പെട്ടില്ല. ഇപ്രകാരം സഞ്ചരിച്ച് 6 മാസം തീർന്നു. ശേഷിച്ചതും 6 മാസമായിരുന്നു. പിന്നീട് കുതിര പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ബില്വാലൻ എന്ന അസുരൻ അതിനെ പിടിച്ചുകെട്ടി. അപ്പോഴേക്കും യാദവർ ദണ്ഡകാരണ്യം ദർശിച്ചുകൊണ്ട് ചർമ്മണ്യുതി നദി കടന്ന് ചിത്രകൂടത്തിലെത്തി. അവിടുത്തെ ശ്രീരാമക്ഷേത്രത്തിൽ ചെന്ന് ദാനങ്ങൾ ചെയ്ത് അശ്വത്തെ അനുഗമിച്ചുകൊണ്ട് പ്രയാഗയിലെത്തി. അപ്പോൾ ബല്യോലൻ എന്ന അസുരൻ കുതിരയെ പിടിച്ചുകെട്ടിയതായി കണ്ടിട്ട് ഭയങ്കര സ്വരൂപനായ അവനോട് കുതിരയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ അവസരത്തിൽ അവൻ കുതിരയെയും കൊണ്ട് അപ്രത്യക്ഷനായി. തങ്ങളുടെ കുതിര എവിടെ പോയതെന്നറിയാതെ ദുഃഖത്തിലാണ്ട യാദവന്മാർ അവിടെ എത്തിയ നാരദ മഹർഷിയിൽ നിന്ന് കുതിരയെ ബില്ലോലൻ സമുദ്രമധ്യത്തിലുള്ള പാഞ്ചജന്യം എന്ന ദ്വീപിൽ കൊണ്ടുചെന്ന് വെച്ചിരിക്കുകയാണെന്നും അവൻ്റെ മിത്രമായ ശകുനി യാദവന്മാരാൽ വധിക്കപ്പെട്ടതിനാൽ അവൻ സുതലത്തിൽ നിന്ന് ദൈത്യന്മാരെയും വിളിച്ചുകൂട്ടി അവിടെ ഭരിക്കുകയാണെന്നും അവൻ ശിവൻ്റെ വരദാനം മൂലം അഹങ്കരിച്ചിരിക്കുകയാണെന്നും അവർ മനസ്സിലാക്കി. അവന് ശിവനിൽ നിന്ന് ലഭിച്ച വരം യുദ്ധത്തിൽ അവനെ സഹായിക്കും എന്നുമായിരുന്നു. നാരദ മഹർഷി അങ്ങനെ പറഞ്ഞ് ആകാശത്തിലൂടെ പോയി. അനിരുദ്ധനാകട്ടെ ഭടന്മാരെ കൊണ്ട് ആ ദ്വീപിലേക്കുള്ള വഴി ശരിയാക്കിച്ച് അവിടേക്ക് ഗജതുരകരദാദികളോടെ യാത്രയായി. വഴിയിലെല്ലാം അനിരുദ്ധൻ ശ്രീകൃഷ്ണ കഥകൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് അനിരുദ്ധനും സൈന്യവും കാശി, ഗയ മുതലായ സ്ഥലങ്ങൾ കടന്ന് ഗിരിവ്രജം മുതലായ സ്ഥലങ്ങൾ കടന്ന് ജരാസന്ധപുത്രനായ സഹദേവനാൽ പൂജിതനായി. കപില മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നെത്തിയിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ച് സമീപത്തായി ശിബിരങ്ങൾ തീർത്ത് അവിടെ താമസിച്ചു. ഹരേ കൃഷ്ണ.